അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഒരു ജ്ഞാനി ഇപ്രകാരം പറഞ്ഞു: കുല്ലമ കബുറത്തിൽ ഉഖൂലു, ബുദ്ധി കൂടുമ്പോഴെല്ലാം സാദ സുംതുഹ, മൗനം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ബുദ്ധി അല്ലെങ്കിൽ ബുദ്ധികൾ കൂടുമ്പോഴൊക്കെ മൗനം വർദ്ധിച്ചു കൊണ്ടേയിരിക്കും. അപ്പോൾ കുല്ലമ സഹറത്തിൽ ഒക്കൂലു, ബുദ്ധി ചെറുതാകുമ്പോൾ, ബുദ്ധി കുറഞ്ഞു വരുമ്പോൾ ജ്വാദ സൗത്തുഹ, ശബ്ദം വളരെ കൂടുകയും ചെയ്യും. ബുദ്ധി കുറയുമ്പോൾ ശബ്ദം കൂടും. ഉള്ളു പൊള്ളയാകുമ്പോൾ ഭയങ്കരമായ ശബ്ദം ഉണ്ടാകും. അതിങ്ങനെ മലയാളത്തിൽ പറയപ്പെട്ടിട്ടുണ്ട്: അല്പജ്ഞനെപ്പോഴും ശബ്ദിക്കും ഉച്ചത്തിൽ, ഉൾക്കഴമ്പില്ലാത്ത ചെണ്ട പോലെ. അല്പജ്ഞനെപ്പോഴും ശബ്ദിക്കും എപ്പോഴും, അല്പജ്ഞനെപ്പോഴും ശബ്ദിക്കും ഉച്ചത്തിൽ, ഉൾക്കഴമ്പില്ലാത്ത ചെണ്ട പോലെ. ജ്ഞാനി നിറകുടം പോലെ തുളുമ്പാതെ മൗനിയായെല്ലാം വീക്ഷിക്കുമേ. ജ്ഞാനി നിറകുടം പോലെ തുളുമ്പാതെ എല്ലാം വീക്ഷിച്ചുകൊണ്ടിരിക്കും. ജ്ഞാനി തുടരുകയാണ്: ജമീലുൻ അൻ തഅലമ, നീ മനസ്സിലാക്കൽ വളരെ നല്ലതാണ്, വളരെ സൗന്ദര്യമുള്ളതാണ്. നീ ഇങ്ങനെ മനസ്സിലാക്കൽ. മതാ തത്തക്കല്ലം, എപ്പോഴാണ് നീ സംസാരിക്കേണ്ടത് എന്ന് നീ മനസ്സിലാക്കണം. വ കൈഫ തത്തക്കല്ലമു, എങ്ങനെയാണ് സംസാരിക്കേണ്ടത് എന്നും നീ മനസ്സിലാക്കണം. വ മാമൻ തത്തക്കല്ലമു, ആരോടെ കൂടെയാണ് അല്ലെങ്കിൽ ആരോടാണ് സംസാരിക്കേണ്ടത് എന്നും നീ മനസ്സിലാക്കണം. എപ്പോഴാണ് സംസാരിക്കേണ്ടത് എന്നും എങ്ങനെയാണ് സംസാരിക്കേണ്ടത് എന്നും ആരോടാണ് സംസാരിക്കേണ്ടത് എന്നൊക്കെ നീ മനസ്സിലാക്കണം. ലിയന്നൽ കലീമത്ത, കാരണം ഒരു വാക്ക് ഇതാ ഹറജത്ത്, അത് പുറത്തേക്ക് വന്നാൽ, ഒരു വാക്ക് പുറത്തേക്ക് വന്നാൽ, ഫലഹത്ത് സാഹിബഹ, അത് നേരാവണ്ണമല്ല എങ്കിൽ, അത് ആരിൽ പുറപ്പെട്ടത് ആ പുറപ്പെട്ടയാളെ അത് വഷളാക്കും. ആരുടെ അടുത്തു നിന്നാണോ ആ വാചകം, ആ വാക്ക് വന്നതെങ്കിൽ അത് നല്ല നിലക്കല്ല എങ്കിൽ അത് അയാളെ വഷളാക്കും. വസ്സുംതു, എന്നാൽ മൗനം ഇതാ ഹല്ലറ, അത് അവിടെ ഹാജറുണ്ട് എങ്കിൽ, സതറഹു, അവനെ മറക്കുകയും ചെയ്യും. അവനൊരു മറ പോലെ വർത്തിക്കുകയും ചെയ്യും. ആവശ്യമുള്ളത് ആവശ്യമുള്ളപ്പോൾ ആവശ്യമുള്ള അളവിൽ സംസാരിക്കുകയാണ് എങ്കിൽ ആ സംസാരത്തിൻ്റെ അവസ്ഥ കൊണ്ട് അയാൾക്ക് മാന്യതയുണ്ടാകും. പറയാൻ പറ്റാത്തത് പറയാൻ പറ്റാത്തവരോട് പറയാൻ പറ്റാത്ത രൂപത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അയാളുടെ നിലനിൽപ്പ് പോലും അവതാളത്തിലാക്കും. അയാളെ മറ്റുള്ളവർ വീക്ഷിക്കുന്നിടത്ത് ഒന്നിനും കൊള്ളാത്തയാളായിട്ടായിരിക്കും വീക്ഷിക്കപ്പെടുക. സംസാരം അത് വേണ്ടിടത്ത് വേണ്ട പോലെ ആയാൽ അത് വലിയ മതിപ്പുണ്ടാക്കും. വേണ്ടാത്തിടത്ത് വേണ്ടാത്ത പോലെ ആയാൽ അത് അറപ്പുളവാക്കും. അതിൽ നിന്ന് മാറി നിൽക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.